നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് സ്വന്തം ടീം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരുടെയും ഇഷ്ട ടീം ന്യൂസിലൻഡ് ആയിരിക്കും. അവിടുത്തെ താരങ്ങൾ ഇന്ത്യക്കാരുമായി അവർ സൂക്ഷിക്കുന്ന ബന്ധം, അതിനുമപ്പുറം കളിക്കളത്തിലും പുറത്തും അവരുടെ മാന്യത, അങ്ങനെ കാരണങ്ങൾ ഒരുപാടുണ്ട് അതിന്. ന്യൂസിലൻഡിൻ്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതിഹാസ താരങ്ങൾ ഒരുപാടുണ്ട്. ഗ്ലെൻ ടർണർ, റിച്ചാർഡ് ഹാഡ്ലി, മാർട്ടിൻ ക്രോ, ക്രിസ് കെയ്ൻസ്, നഥാൻ ഹാസിൽ, സ്റ്റീഫൻ ഫ്ലെമിംഗ്, ബ്രണ്ടൻ മക്കല്ലം, റോസ് ടൈലർ തുടങ്ങി ആ നിര നീളും. ആ ലിസ്റ്റിലെ ഒടുവിലെ പേരുകാരനാണ് കെയ്ൻ വില്യംസൺ. ഇതിഹാസ താരം മാർട്ടിൻ ക്രോ കെയ്ൻ വില്യംസന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പ്രവചനം നടത്തിയിരുന്നു. കരിയർ അവസാനിക്കുമ്പോൾ കിവീസിന്റെ ഏറ്റവും മികച്ച താരം വില്യംസൺ ആകുമെന്ന്. തൻ്റെ അന്താരാഷ്ട്ര കരിയറിന്റെ അവസാന പടികളിലേക്ക് എത്തിയപ്പോൾ തന്നെ മാർട്ടിൻ ക്രോയുടെ പ്രവചനം കെയ്ൻ യാഥാർത്ഥ്യമാക്കിയിരുന്നു. 2010 ഇന്ത്യക്കെതിരായിരുന്നു കെയ്ൻ വില്യംസന്റെ ഏകദിന ടെസ്റ്റ് അരങ്ങേറ്റങ്ങൾ. 2010 ഓഗസ്റ്റിൽ ത്രിരാഷ്ട്ര പരമ്പരയിൽ ഇറങ്ങിയ കെയ്ൻ പക്ഷേ 0-ന് പുറത്തായി. നാലാമനായി ഇറങ്ങിയ കെയ്ൻ പ്രവീൺ കുമാറിന്റെ ഒരു സ്വിംഗറിന് മുന്നിൽ കുടുങ്ങി നിരാശനായി മടങ്ങി. എന്നാൽ ഇന്ത്യ കേവലം 88 റൺസിന് പുറത്തായ മത്സരത്തിൽ കെയ്ൻ ബൗളിംഗിൽ തിളങ്ങി. 3 ഓവർ എറിഞ്ഞ അദ്ദേഹം 2 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടി. അതും അന്ന് ഇന്ത്യയുടെ ടോപ്പ് സ്കോറായ രവീന്ദ്ര ജഡേജയുടെ. 200 റൺസിനാണ് അന്ന് ഇന്ത്യ നാണം കെട്ടത്. ആദ്യ 2 ഏകദിനത്തിലും 0-ന് പുറത്തായ കെയ്ൻ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ സെഞ്ചുറി നേടി. അന്ന് പ്രായം കുറഞ്ഞ കിവികളുടെ സെഞ്ചുറിയനുമായി അദ്ദേഹം. അതേ വർഷം ഗുജറാത്തിലെ മൊട്ടേര സ്റ്റേഡിയത്തിൽ നടന്ന തൻ്റെ അരങ്ങേറ്റ ടെസ്റ്റ് സെഞ്ചുറിയോടെയാണ് കെയ്ൻ ആഘോഷിച്ചത്. ഇന്ത്യൻ സ്പിന്നർമാരെ പ്രതിരോധിച്ച് 299 പന്തിൽ നേടിയ 131 റൺസ് കിവീസിന് സമനിലയും സമ്മാനിച്ചു. 2012 വെല്ലിംഗ്ടണിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റിൽ 389 റൺസ് ചേസ് ചെയ്യവേ 3-32 എന്ന നിലയിലായിരുന്നു ന്യൂസിലൻഡ്. ഡെയ്ൽ സ്റ്റെയിൻ്റെയും മോണി മോർക്കലിൻ്റെയും പന്തുകളെ അതിജീവിച്ച് സെഞ്ചുറി നേടി ടീമിന് സമനില നേടിക്കൊടുത്തു വില്യംസൺ. കിവീസിൻ്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായിരുന്നു അത്. 2015 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ 6 അടിച്ച് ടീമിനെ ജയിപ്പിച്ചതടക്കം ആ രാജ്യത്തിൻ്റെ ക്രിക്കറ്റ് ബുക്കിൽ ഒരുപാട് അധ്യായങ്ങൾ അയാളുടേതായുണ്ട്. 25 വയസ്സിനുള്ളിൽ തന്നെ മുഴുവൻ ടെസ്റ്റ് രാജ്യങ്ങൾക്കെതിരെയും സെഞ്ചുറി നേടിക്കൊണ്ട് ആ നേട്ടം കൈവരിച്ച പ്രായം കുറഞ്ഞ കളിക്കാരനായ അദ്ദേഹം 2016 മക്കല്ലം വിരമിച്ചതോടെ നായക പദവിയിലുമെത്തി. പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിവീസിന് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് കെയ്ൻ. വിജയങ്ങളിൽ അമിതമായി ആഹ്ലാദിക്കാതെയും തോൽവികളിൽ ആരെയും പഴിക്കാതെയും കെയ്ൻ എല്ലായ്പ്പോഴും മാന്യതയുടെ പര്യായമായി. കെയ്നൊപ്പം ജോ റൂട്ടും സ്റ്റീവ് സ്മിത്തും വിരാട് കോഹ്ലിയും അടങ്ങുന്ന 4-അംഗ പ്രതിഭാ സംഘത്തെ ഫാബുലസ് ഫോർ എന്നാണ് ലോകം വിളിച്ചത്. അതിലിപ്പോൾ വിരാട് ടെസ്റ്റും 2020 മതിയാക്കി. സ്മിത്ത് ഏകദിനത്തിലുമില്ല. കെയ്ൻ ഇപ്പോൾ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചു. ഏകദിനത്തിലും ടെസ്റ്റിലും തുടരുന്നത് ജോ റൂട്ട് മാത്രമാണ്. ഞാൻ കുറച്ചു കാലമായി ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അതിന് പറ്റിയ സമയമെന്ന് തോന്നുന്നു. രാജ്യത്തിനായി കളിച്ച മത്സരങ്ങളിലെല്ലാം 100% നൽകാനായിട്ടുണ്ട്. എൻ്റെ തീരുമാനപ്രകാരം തന്നെ കളിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞത് ഭാഗ്യവുമാണ്. ന്യൂസിലാൻഡ് ക്രിക്കറ്റ് പുറത്തിറക്കിയ കെയ്നിൻ്റെ വിരമിക്കൽ സന്ദേശത്തിലെ വാചകങ്ങൾ ഇപ്രകാരമായിരുന്നു: ആകെ 19,346 റൺസുമായി 3 ഫോർമാറ്റിലും 9,515 റൺസുമായി ടെസ്റ്റ് ക്രിക്കറ്റിലും ന്യൂസിലൻഡിനായി ഏറ്റവും അധികം റൺസ് നേടിയ താരമാണ് കെയ്ൻ. വിസ്ഫോടനത്തിൻ്റെ 2020 കാലത്ത് ക്ലാസിക് ബാറ്റിംഗ് ശൈലിയിലൂടെ ആ ഫോർമാറ്റിൽ ഏറ്റവും അധികം റൺസ് നേടിയ രണ്ടാമത്തെ ന്യൂസിലൻഡ് താരവും കെയ്ൻ തന്നെയാണ്. 16 വർഷം നീണ്ട കരിയറിൽ 48 സെഞ്ചുറികളും 6 ഡബിൾ സെഞ്ചുറിയും നേടി. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്കിടെയാണ് അപ്രതീക്ഷിതമായ വിരമിക്കൽ പ്രഖ്യാപനം. ആദ്യ ടെസ്റ്റിൽ 0-18 എന്നിങ്ങനെയായിരുന്നു വില്യംസന്റെ 2 ഇന്നിംഗ്സിലെയും സ്കോറുകൾ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ തോറ്റിരിക്കുമ്പോൾ വിരാടിനെ സ്നേഹവും കരുതലും കൊണ്ട് ആലിംഗനം ചെയ്ത അയാളെ എങ്ങനെ മറക്കാനാണ്? അഗ്രഷൻ വേഴ്സസ് കാം എന്നായിരുന്നു പലരും ആ ചിത്രത്തെ വിശേഷിപ്പിച്ചത്. പ്രഥമ കിരീടം നേടിയിട്ട് പോലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര സിമ്പിളാവാൻ കഴിയുന്നതെന്ന് പലരും ചോദിച്ചു. 7 വർഷം മുമ്പ് ന്യൂസിലൻഡിനെ ക്രൈസ്റ്റ് ചർച്ചിൽ ഒരു മസ്ജിദിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ ചേർത്ത് പിടിക്കാനായി വില്യംസൺ ഇട്ട ഹലോ ബ്രദർ എന്ന പോസ്റ്റിന് വലിയ സ്വീകാര്യതയായിരുന്നു കിട്ടിയത്. ബംഗ്ലാദേശിൽ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് കെയ്ൻ. IPL സമയത്തൊരിക്കൽ സൺറൈസേഴ്സിലെ സഹതാരം റാഷിദ് ഖാനൊപ്പം റംസാൻ വ്രതവും എടുത്തു. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർ ആരെന്ന ചോദ്യത്തിന് ഉത്തരം പലതുമുണ്ടാകും. പക്ഷേ ലോക ക്രിക്കറ്റിലെ ഏറ്റവും നല്ല മനുഷ്യനാരാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരുടെയും ഉത്തരം കെയ്ൻ വില്യംസൺ എന്ന് തന്നെയായിരിക്കും. ജെന്റിൽമാൻസ് ഗെയിം എന്ന വിശേഷണത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നത്
വില്യംസനെ പോലെയുള്ള പ്രതിഭകളുടെ സാന്നിധ്യം കൊണ്ടുകൂടിയാണ്.